ഇന്നത്തെ അറിയിപ്പുകൾ. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധിയെ തുടർന്ന് 384 അവശ്യ മരുന്നുകൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ. 10 മുതൽ 20% വരെയാണ് മരുന്നുകൾക്ക് വില കൂടുക. ഔഷധ നിർമ്മാണ വസ്തുക്കളായ പ്രൊപ്പലീൻ, അമോണിയ, മെത്തനോൾ എന്നിവയുടെ വില കുതിക്കുന്നതാണ് അവശ്യ മരുന്നുകളുടെ വില വർധനയ്ക്ക് കാരണമാകുന്നത്. പാരസിറ്റമോൾ, അമോക്സിസിലിൻ, അസിത്രോമൈസിൻ, അംലോഡിപിൻ, അറ്റോർവെസ്റ്റാറ്റിൻ, ഡെക്സാമെത്താസോൺ, അസ്കോർബിക് ആസിഡ് തുടങ്ങിയ നിരവധി മരുന്നുകൾക്കാണ് വില കൂടുന്നത്. ദേശീയ ഔഷധവില നിയന്ത്രണ സമിതി, ഔഷധ വാണിജ്യ മന്ത്രാലയങ്ങൾ എന്നിവ തമ്മിലുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണ്. മരുന്നുവില നിയന്ത്രണ നിയമത്തിൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഡ്രഗ്സ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ തല കൂടിയാലോചന. നിർമ്മാണത്തിനുള്ള ഘടകങ്ങളുടെ വില യുദ്ധസാഹചര്യത്തിൽ 200% വരെ കൂടിയതായാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇതിനു പുറമെയാണ് പാക്കിങ്ങിന്റെയും ഗതാഗതത്തിന്റെയും ചെലവുകളും വരുന്നതെന്ന് ഇവർ പറയുന്നു. സാഹചര്യം മാറുമ്പോൾ തിരികെ നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒറ്റത്തവണ വില വർധനയാണ് നിലവിൽ ആലോചനയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. സംസ്ഥാനത്ത് മെയ് 21 മുതൽ അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്ന് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മെയ് 24-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശത്തുമുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്നതിന് മുമ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതോടെ കോളടിച്ച ഇൻഫോ പാർക്കിനാണ്. പദ്ധതിക്കായി നൽകിയ 45 ഏക്കർ ഭൂമിയിൽ നിക്ഷേപം നടത്താൻ കമ്പനികൾ ഒഴുകിയെത്തുന്നു. വി.ഡി. സതീശൻ സർക്കാർ അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ റദ്ദാക്കിയതോടെ ഇൻഫോ പാർക്കിന് തിരിച്ചുകിട്ടിയ 45 ഏക്കർ ഭൂമി തേടി നിക്ഷേപകരെത്തുന്നു. ഈ ഭൂമിയിലെ 22 ഏക്കറിൽ 3 സ്വകാര്യ കമ്പനികളുടെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇൻഫോ പാർക്ക് 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഭൂമിയാണ് കേരളിനായി 10 വർഷം മുൻപ് മരവിപ്പിച്ചത്. ഇതിൽ 8.5 ഏക്കർ അമേരിക്കൻ ഡിജിറ്റൽ ടെക്നോളജി കമ്പനിയായ USTക്കും, 9.3 ഏക്കർ മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിനും, 4.11 ഏക്കർ പടിയത്ത് ഗ്രൂപ്പിനും കൈമാറിയിരുന്നു. കേരളിനായി നീക്കിവെച്ചതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയത്. 45 ഏക്കറിൽ ഇനി ബാക്കി വരുന്ന 23.02 ഏക്കർ ഭൂമി റോഡ്, മറ്റ് പൊതുസൗകര്യം എന്നിവ ഒരുക്കിയ ശേഷം IT കമ്പനികൾക്കായി നൽകും. സ്ഥലത്തിനായി നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിപണനം ശക്തമാവുന്നത് തടയാൻ ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ പുതിയ പദ്ധതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ കാര്യം അറിയിച്ചത്. ജൂൺ 1-ന് സ്കൂളുകൾ തുറക്കാനിരിക്കെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തനം ശക്തമാകുന്നത് തടയാൻ പ്രതിരോധ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്നിനെതിരെ ശക്തമായ പരിശോധന നടത്തും. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് നടപടി തുടങ്ങും. കേരളത്തിന് പുറത്തുനിന്നും ലഹരി വസ്തുക്കൾ വരുന്നുണ്ട്. ഇത് തടയാൻ ഇതര സംസ്ഥാന പോലീസുമായി സംസാരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെ വെറുതെ വിടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി. ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്തും. സ്റ്റുഡൻസ് പോലീസിന് കൂടുതൽ പ്രാധാന്യം നൽകും. സൈബർ കുറ്റകൃത്യം ഗൗരവത്തോടെ കാണുന്നു. സാങ്കേതികമായ പരിമിതികൾ ഉണ്ട്. സൈബർ ക്രൈം നേരിടുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ കൊണ്ടുവരുമെന്നും ഓപ്പറേഷൻ കുബേരയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.